ടച്ചിച്ചോൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ജോലിയില്ല, സമാധാനമില്ല, എൻ്റെ ഭർത്താവിന് ജോലിയില്ല, ഭാര്യയ്ക്ക് ജോലിയില്ല, എനിക്ക് സമാധാനമില്ല. ചിലർ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ PSC പരീക്ഷ എഴുതി പാസ്സായില്ല, ഞാൻ PSC പരീക്ഷ എവിടൊക്കെ നടക്കുന്നുണ്ടോ അവിടൊക്കെ പോയി PSC പരീക്ഷ എഴുതുന്നു, ഒരു ജോലി കിട്ടുന്നില്ല, സർക്കാർ ജോലി കിട്ടിയിട്ട് വേണം കല്യാണം കഴിക്കാൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സർക്കാർ ജോലി കിട്ടിയിട്ടേ ഞാൻ കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അതിനു വേണ്ടി അവർ PSC പരീക്ഷ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, അതിനു മുൻപ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അതിനുശേഷം ഞാൻ നിങ്ങളോട് പറയാം. ആരെയും ഞാനൊരു പാട്ടുകാരനാക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇത് കണ്ടതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം. കണ്ടില്ലേ, തിരുവനന്തപുരത്ത് നിന്ന് ഷൊർണൂരിലോട്ട് വരുന്ന ട്രെയിനാണ്. ഞാൻ ഈ ചേച്ചിയെ കണ്ടത് അങ്കമാലിയിൽ വെച്ചാണ്. അങ്കമാലിയിൽ വെച്ച് ഞാൻ ഈ പാട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ചേച്ചി ഓരോരുത്തരുടെ മുൻപിൽ ചെന്ന് കൈനീട്ടുന്നു. കുറേ ആളുകൾ കാശ് കൊടുക്കുന്നു, കുറേ ആൾ കാശ് കൊടുക്കുന്നില്ല. എന്നാൽ ഒരു ടീച്ചറുടെ മുൻപിൽ വന്ന് കൈ നീട്ടിയപ്പോൾ ആ ടീച്ചർ കാശ് കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല. ടീച്ചർ അങ്ങോട്ട് മൈൻഡേ ചെയ്യുന്നില്ല. ഇങ്ങനെ ടീച്ചറെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്തയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ കാരണം. ആ ചേച്ചി വീണ്ടും പാടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഞാൻ ഈ പാട്ടൊന്ന് വീഡിയോ എടുത്തോട്ടെ എന്ന്. ചേച്ചി സമ്മതിച്ചു. അതിൻ്റെ കാരണം എന്താ അറിയോ? ആ ടീച്ചർ ഇതുപോലെ കുഞ്ഞുങ്ങളെ, നമ്മളെ നാടൻ ഭാഷയിൽ പറയാണ്, വായിട്ടലച്ചിട്ടാണ് ടീച്ചർമാർ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഈ ടീച്ചർക്കൊരു അഭിമാനമുണ്ട്, ഞാനൊരു ടീച്ചറാണ് എന്നുള്ളൊരു അഭിമാനം അല്ലേ? ഒരുപാട് കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്നു. പക്ഷേ ഈ ഒരുപാട് കൊച്ചുങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒന്ന് ഓർക്കണം, ടീച്ചർ എന്തോരം ഉച്ചത്തിൽ സംസാരിച്ചിട്ടാണ്, പഠിപ്പിച്ചിട്ടാണ് ഈ കൊച്ചുങ്ങളൊക്കെ വിജയിച്ചു വരുന്നത്. അതൊക്കെ സത്യം തന്നെയാണ്. ഈ ടീച്ചർ പഠിപ്പിക്കുന്ന അതേ എനർജി തന്നെയാണ് ഈ ചേച്ചി പാട്ട് പാടുന്നതും അല്ലേ? ഈ ചേച്ചി വാതോരാതെ പാടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുമുണ്ട് കഷ്ടപ്പാട്. എന്നിട്ടാണ് ആ ചേച്ചി കൈനീട്ടുന്നത്. അല്ലാതെ ഒരു പിച്ചക്കാരത്തിയൊന്നുമല്ല. നന്നായിട്ട് കഷ്ടപ്പെട്ട് പാടി അധ്വാനിച്ചിട്ടാണ് കൈനീട്ടുന്നത്. അവർക്ക് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. എന്നാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പിച്ചക്കാർ ഒരു പണിയെടുക്കാതെ കൈ നീട്ടി വരും. എന്നിട്ട് അവർ എന്തു ചെയ്യും? അവർ ആ കാശ് കൊണ്ട് പല പല തമ്മാടിത്തരം ചെയ്യുന്നത് നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ശരിയല്ലേ? കോടീശ്വരന്മാരായ പിച്ചക്കാർ.
ഈ ചേച്ചിക്ക് നമ്മൾ കാശ് കൊടുത്താലും ഈ ചേച്ചി നമ്മുടെ മുൻപിൽ നിന്ന് നല്ല പാട്ടുകൾ പാടുന്നില്ലേ? അതിനൊരു അഭിമാനമില്ലേ? അപ്പോൾ ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ പാടാൻ കഴിവുണ്ടെങ്കിൽ എന്ത് ചെയ്യണമറിയോ? ട്രെയിനിൽ പോയി പാട്ട് പാടണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് ഒരു ട്രൂപ്പിട്ട്, നല്ലൊരു ഗാനമേള ട്രൂപ്പിട്ട്, അങ്ങനെയും കിട്ടുമല്ലോ കാശ്. ഇങ്ങനെ തെണ്ടാൻ, അല്ലെങ്കിൽ ഇങ്ങനെ തെണ്ടാൻ എന്ന് ഞാൻ പറയുന്നില്ല, ഇങ്ങനെ പാടാൻ മടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ട്രൂപ്പ് ഇടുക, എന്നിട്ട് നല്ല ഒരു ഗാനമേള ട്രൂപ്പിട്ട് നന്നായിട്ട് പാടുക. ശരിയല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇങ്ങനെ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതല്ലെങ്കിൽ എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് നടക്കാതെ കിട്ടിയ ജോലി എന്തുമാവട്ടെ, പച്ചക്കറിക്കടയിൽ നിൽക്കാം, മീൻ മാർക്കറ്റിൽ നിൽക്കാം, അതല്ലെങ്കിൽ നല്ല സൂപ്പർ മാർക്കറ്റിൽ നിൽക്കാം. എവിടെയാണോ നമുക്കൊരു ജോലി കിട്ടുന്നത് ആ ജോലി അന്തസ്സോടെ ചെയ്യുക. അതല്ലാതെ എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞ് നടക്കുകയല്ല. അതല്ലെങ്കിൽ PSC പരീക്ഷ എഴുതി സർക്കാർ ജോലി കിട്ടിയിട്ടേ എനിക്ക് അന്തസ്സോടെ ജീവിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുകയാണെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ അങ്ങനെ ചിലപ്പം നടക്കേണ്ടി വരും. എല്ലാവർക്കും അല്ല കേട്ടോ. എങ്കിലും ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. ഒരു ദിവസം ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നപ്പോൾ ഒരു വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, എന്താണ് ജോലി? അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: എനിക്ക് 40 വയസ്സായി, 40 വയസ്സ് വരെ ഞാൻ PSC പരീക്ഷ എഴുതി നടക്കുകയാണ്, ഞാൻ കല്യാണവും കഴിച്ചിട്ടില്ല, ജോലിയും കിട്ടിയിട്ടില്ല. ഇതേ അവസ്ഥ വരും. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് അറിയോ? കിട്ടുന്ന ജോലി എന്താണെങ്കിലും അത് അന്തസ്സോടെ ചെയ്യുക. അതിനൊരു അഭിമാനമുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്ക്.